തീർത്ഥാടകർക്ക് നവോന്മേഷം പകരുന്ന അനുഭവമായി കാനനപാതകളും. പുല്ലുമേട് വഴിയും എരുമേലിയിൽ നിന്നും അഴുതക്കടവ് വഴിയും സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം മുമ്പത്തേക്കാൾ കൂടുതലാണ്. കാനനപാതകളിൽ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. 2 പാതകളിലും കടന്നുപോകുന്നതിന് സമയ നിയന്ത്രണവുമുണ്ട്. കിലോമീറ്ററുകൾ താണ്ടി വനത്തിലൂടെയുള്ള കാൽനടയാത്ര തീർത്ഥാടകർക്ക് പ്രത്യേക നിർവൃതിയാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രം, പുല്ലുമേട് വഴി സന്നിധാനത്തെത്തുന്നവരാണ് ഇപ്പോൾ ഏറെയും. ദിവസേന 5000-ഓളം പേർ ഈ വഴി എത്തുന്നുണ്ട്. സത്രത്തിൽ നിന്നും രാവിലെ 7 മുതൽ പകൽ 12 വരെയാണ് തീർത്ഥാടകരെ കടത്തിവിടുക. പുല്ലുമേട്ടിൽ ഭക്ഷണ സൗകര്യവും ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പുമുണ്ട്. എരുമേലിയിൽ നിന്നുള്ള പരമ്പരാഗത പാതയിലൂടെയും ദിവസേന 1500-ഓളം തീർത്ഥാടകർ എത്താറുണ്ട്. പേരൂർ തോട്, കോയികക്കാവ്, കാളകെട്ടി വഴി അഴുതക്കടവിൽ വന്നാണ് കരിമല കടന്ന് പമ്പയിലെത്തുന്നത്. അഴുതക്കടവ് മുതൽ പമ്പ വരെ 18 കിലോമീറ്റർ ദൂരവുമുണ്ട്. 2 പാതകളിലും കാനന ഭംഗി ആസ്വദിച്ചും വന്യജീവികളെ കണ്ടുമാണ് യാത്ര. ഇതുവരെ 1 ലക്ഷത്തിലധികം പേർ ഇതുവഴി സന്നിധാനത്തെത്തി. മണ്ഡല പൂജയോട് അനുബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വഴി കൂടുതൽ തീർത്ഥാടകരെത്തും. അതുകൊണ്ട് തന്നെ നിയന്ത്രണവുമുണ്ടാകും. ഇതിനകം സന്നിധാനത്ത് എത്തിയ തീർത്ഥാടകരുടെ ആകെ എണ്ണം 24 ലക്ഷം കവിഞ്ഞു.